നീ കിടന്നോ? പാല് വെച്ചിട്ട് കിടക്കട്ടെ. അമ്മ ഞാൻ കിടക്കാൻ നിൽക്കുകയായിരുന്നു. ഭയങ്കര ക്ഷീണം. പാല് വേണ്ടമ്മ. അതിന്റെ പാല് വേണ്ടാത്തത്? 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഭക്ഷണവും കഴിക്കുന്നില്ല, പാലും കുടിക്കുന്നില്ല. എന്താണ് എന്താ കഴിച്ചാതിരിക്കാനുള്ള കാരണം എന്താണ്? എല്ലാരും പറയുന്നുണ്ട് പ്രസവം ഉണ്ട്, നല്ല തടിച്ചൊക്കെ വല്ലാണ്ട് തടി ഓവറാണെന്ന് ഇപ്പൊ തന്നെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാ. ഇതാണോ അത്ര വലിയ കാര്യം? ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. ചിലർ തടി കൂടും, ചിലർ തടി കുറയും. ചിലപ്പോൾ തടിക്കൊരു മാറ്റം ഇല്ലാത്തവരുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ഹോർമോണിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഇവരൊക്കെ നല്ലുള്ള കുട്ടികളല്ലേ? നിങ്ങൾക്കൊക്കെ ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് വേണം. ഒന്നും അറിയാതെ ഞങ്ങൾക്ക് വലിയ മൊബൈലും മറ്റും നോക്കി ഓരോ ഡോക്ടർമാർ ഓരോ ക്ലാസ് എടുക്കണം, ഞങ്ങൾക്കും കൂടെ മനസ്സിലാവും. ഇവിടെ ഇത്രയും ഇതിന് വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അതല്ല കുറെ പേര് പറയുന്നുണ്ട് തടി നന്നായി കൊടുക്കുന്നു, നമ്മുടെ അടുത്തുള്ളവരും പിന്നെ കുടുംബക്കാരൊക്കെ പറയുന്നുണ്ട്. എല്ലാരും ഞാൻ പറയുന്നതാണ് അത്രയും കൂടിയിട്ടാവുമല്ലോ എല്ലാരും പറയുന്നത്. അതൊന്നും കുറക്കാന്ന് വിചാരിക്കുന്നു. പറയുന്നവര് പറയട്ടെ, അവർക്ക് പറയാൻ വേറെ വിഷയമില്ലാത്തതുകൊണ്ടല്ലേ അവര് പറയുന്നത്. അത് കേട്ടിട്ട് ഭക്ഷണം വെള്ളം കുടിക്കാണ്ട് അല്ലെങ്കിൽ പാലും കുടിക്കാണ്ട് ഇങ്ങനെ നടന്നിട്ട് എന്താ എന്റെ ഉദ്ദേശം? കുട്ടിക്ക് പാൽ കൊടുക്കണ്ടേ? കൂടുതലൊന്നും വേണ്ട, 2 വയസ്സ് വരെയെങ്കിലും പാൽ കൊടുക്കണ്ടേ? ഇപ്പൊ അത് വേറെ കഴിക്കാൻ കൂടി തുടങ്ങിയിട്ടില്ല ഈ സമയത്ത് അല്ലേ? നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടിക്ക് പാല് നന്നായിട്ട് കൊടുത്താലല്ലേ അവിടുത്തെ വളരുള്ളൂ. ഈ സമയത്ത് നമ്മളെ സൗന്ദര്യം നോക്കിയിരിക്കണോ? ഇപ്പൊ ഈ പാല് വാങ്ങി കുടിക്കും. ഞാൻ കൊണ്ടുവെക്കണം. പിന്നെ നീ കൊണ്ടുവെക്കാറുണ്ട് അടുക്കളയൊക്കെ ഇതാവണേ. ഇന്ന് ശരി സുഖമായിട്ട് കിടന്നു. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കണം. നാളെ മുതൽ നിങ്ങളുടെ പാല് കൊണ്ടുവന്നിട്ട് കിടവെച്ചത് സമയത്തിന് ഭക്ഷണം, പാല്, വെള്ളം ഒക്കെ കഴിക്കുക. കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുക. ബാക്കിയുള്ളവരെല്ലാതെ പറഞ്ഞിട്ട് അതൊന്നും ഇപ്പൊ മനസ്സിലാക്കാൻ നിൽക്കില്ല കേട്ടോ.